ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് സൗണ്ടൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നും കൂടെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ടയർ കേക്ക് ആക്കിയിട്ട് ചെയ്യേണ്ട, സെപ്പറേറ്റ് ആയിട്ട് കേക്ക് ഡിസൈൻ ചെയ്തിട്ടാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കോളേജ് മേറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കേക്ക് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചു കഴിഞ്ഞു. ഒരു ഓഫ് വൈറ്റ് കളറിൽ നമ്മൾ റോയൽ ബ്ലൂ ഡിസൈനൊക്കെ ആയിട്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി നോക്കിയിട്ടാ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പുതിയ കൂട്ടുകാരാണെങ്കിലോ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. നമ്മുടെ കുറേ വീഡിയോസ് ഉണ്ട് കേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കേക്ക് മിസ്റ്റേക്സ്, കേക്ക് ഫ്ലോപ്പ് ആവാതിരിക്കാൻ എങ്ങനെ ചെയ്യാം, അതെങ്ങനെ ഡിസൈൻ ചെയ്യുക, എങ്ങനെ പാക്കിങ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് കേക്ക് സെയിൽ കൂട്ടാം, അങ്ങനെ ഒരുപാട് കേക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ടാത്തവർ ഒന്ന് ചാനൽ കയറി നോക്കുക, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഐസിങ് ചെയ്യുന്നത് ചോക്ലേറ്റ് ട്രഫിളാണ്. ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ടൈപ്പ് ആ ഒരു ട്രഫിളല്ല കേട്ടോ, ആ ഒരു ട്രഫിൾ വേറെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രഫിൾ ചെയ്യുന്ന സമയത്ത് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ക്രീമിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്രീം ആദ്യം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സിറപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യുക, പിന്നെ ചോക്ലേറ്റ് ഗനാഷും. അപ്പോൾ കുറച്ച് ഗനാഷ് ആദ്യം ഒന്ന് തിക്കായിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരുപാട് തിക്കല്ല, പക്ഷെ ഒരുപാട് ലൂസായിട്ട് നമ്മൾ ഉള്ളിൽ ഫില്ലിങ്സ് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ടയേഴ്സൊക്കെ കൊടുക്കുന്ന സമയത്ത്, ഒരുപാട് ലെയേഴ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് ലൂസായിട്ടുള്ള ഗനാഷ് ആണെന്നുണ്ടെങ്കിൽ കേക്ക് സ്പ്രെഡായിട്ട് വഴുക്കിയിട്ട് വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് ഗനാഷ് വീണ്ടും കൊടുത്തു, പിന്നെ നട്ട്സ് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ വലിയ പീസസ് അല്ലാതെ, എന്നാൽ അത്യാവശ്യം ഒരുപാട് പൊടിയല്ലാത്ത രീതിയിലും അത്യാവശ്യം ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നട്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉള്ളിൽ ഫില്ലിങ്സ് നട്ട്സ് കൊടുക്കുന്ന സമയത്ത് നട്ട്സ് റോസ്റ്റ് ചെയ്യാറുണ്ടോ, അല്ല റോസ്റ്റ് ചെയ്തിട്ടാണോ ചെയ്യാണ്ടാണോ ഇടുന്നതെന്ന്. അത് നമുക്ക് ഏത് രീതിയിലാണോ ഇടുന്നത് ആ ഒരു രീതിയിൽ തന്നെ. റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടേസ്റ്റ്, റോസ്റ്റ് ചെയ്യാത്ത സമയത്ത് വേറൊരു ടേസ്റ്റ്, ആ ഒരു രീതി കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് 3 ലെയേഴ്സിലും ഫില്ലിങ്സ് കൊടുത്തു. 4ാമത്തെ ലെയർ വെച്ച് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് കുട്ടിയുടെ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു. റോയൽ ബ്ലൂ ആണ്, നല്ല ഡാർക്ക് റോയൽ ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾക്ക് അത്രയും ഡാർക്ക് നമ്മൾ ക്രീമിലാക്കുന്നത് അത് കുറച്ചൊന്ന് പോസിബിൾ അല്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരുപാട് കളേഴ്സ് ചേർക്കേണ്ടി വരും. കളേഴ്സ് ചേർക്കുമ്പം ക്രീം ലൂസാവും. അത് മാത്രമല്ല കയ്പ്പ് ടേസ്റ്റ് വരും. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 or 3 കേക്കോ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കളറും തീരും. അത് നമ്മൾ വാങ്ങുന്ന ക്യാഷ് ഉണ്ട് ഇപ്പോൾ, അതല്ല എങ്കിലും നമ്മൾ ഒരുപാട് കളേഴ്സ് ചേർക്കുന്ന സമയത്ത് കേക്കിന് ഒരു ബിറ്റർ ടേസ്റ്റ് വരും, ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ചില കമ്പനി ബ്രാൻഡഡ് ആയിട്ടുള്ള ചില ബ്രാൻഡിനാട്ടോ പറയുന്നത്, എല്ലാ കളറിനും അല്ല. ചില ബ്രാൻഡ് അതിനിപ്പോൾ എത്ര വലിയ ബ്രാൻഡാണെന്ന് പറഞ്ഞാലും അളവിൽ കൂടിക്കഴിഞ്ഞാൽ, അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ടുള്ള ആ ഒരു റോയൽ ബ്ലൂ കൊടുത്തതിന് ശേഷം പാലറ്റ് നെയ്ഫിൽ ഇതുപോലുള്ള എന്താ പറയണ്ടേ, നമ്മുടെ സ്ക്രീപ്പറിൽ അതിലൊക്കെ ഡയറക്റ്റായിട്ട് കളറ് ചേർത്തിട്ട് ഒന്ന് സ്ക്രീപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ കുറച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചെയ്തതിന് ശേഷം വീണ്ടും ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു സ്പാച്ചിലയിൽ കുറവ് ക്രീം എടുത്തിട്ട് അതിലേക്ക് ക്രീം മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതിനേക്കാളും എളുപ്പം ഡാർക്ക്നെസ് കിട്ടുക ഇതാണ്. അതിൽ വീണ്ടും ഇതിനേക്കാളും കൂടുതൽ ഡ്രോപ്സ് കൊടുക്കേണ്ടി വരും. പക്ഷെ രണ്ടും സെയിം, ഏകദേശം ഒരു സെയിം ആട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രോപ്സ് അവിടെ ഇവിടേക്കായിട്ട് കൊടുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ഭയങ്കരമായിട്ട് ഫുള്ളി ആ ഒരു ബ്ലൂ അല്ലാതെ ചെറിയൊരു ഡബിൾ ഷെയ്ഡ് ആ ഒരു കളർ മിക്സിങ്ങും ആയിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രസ്സിൽ പിന്നെ സ്റ്റാർസും അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഹെവി ഡാർക്കല്ല എങ്കിലും അത്യാവശ്യം ഡാർക്ക് കൊടുത്ത്, എന്നിട്ട് ഡാർക്ക് കൊടുത്തതിന് ശേഷം സൈഡൊക്കെ സ്ക്രേപ്പ് ചെയ്ത് മുകളിലൊക്കെ സ്ക്രേപ്പ് ചെയ്ത് ഷാർപ്പ് എഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷാർപ്പ് എഡ്ജ് ചെയ്യുന്ന കേക്കിന് ഒരു പ്രത്യേക എലിഗൻ ലുക്ക് ഉണ്ട്. എന്നാൽ ഷാർപ്പ് ചെയ്യാത്ത കേക്കോ അത് വേറൊരു ലുക്കും ഉണ്ട്. അപ്പോൾ രണ്ടും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ബിഗിനേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഓയിൽ ബ്രഷോ സ്ക്രീപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് സൈഡിലും മുകളിലൊക്കെ ആയിട്ട് ലൈൻസ് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കുറേ ആൾക്കാർ പറയാറുണ്ട് ചില സമയത്ത് നമ്മൾ ലൈക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ മാത്രമേ ലൈക്ക് ചെയ്യാറുള്ളൂ എന്ന്, അപ്പോഴാണ് ഓർമ്മ വരുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് മറക്കണ്ട. പിന്നെ നമ്മൾ കഴിഞ്ഞ കേക്കിൽ വൈറ്റ്, ഒരു ഓഫ് വൈറ്റ് കളറിലാണ് കേക്ക് ചെയ്തിട്ട് ബ്ലൂ കളറിലാണ്
പേര് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ നേരെ ബ്ലൂ കളറിൽ കേക്ക് കൊടുത്തുകൊണ്ട് ഓഫ് വൈറ്റ് കളറിലാണ് നമ്മൾ ഈ ഒരു പേര് ഫോണ്ടൻറ്റിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബോർഡിൽ നമ്മൾ കുറച്ച് വെള്ളം തൊട്ടിട്ടോ അല്ലെങ്കിൽ കുറച്ച് ക്രീം തൊട്ടിട്ടോ പേര് അവിടെ സ്റ്റിക്കാക്കി വെക്കണം കേട്ടോ. പിന്നെ ഫോട്ടോ പ്രിൻ്റാണ് ക്ലൗഡ്സ് ഫോട്ടോ പ്രിൻ്റ്. ആ ഒരു കേക്കിൽ ഞാൻ അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. ബാക്കിയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇത് എഡിറ്റിംഗ് ടൈമിൽ ഇപ്പം വോയിസ് കൊടുക്കുമ്പോഴാണ് ഇതിൽ ഞാൻ കട്ട് ചെയ്യുന്നതൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്നെ അതിൽ വീണ്ടും ഞാൻ അത് കാണിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ക്ലൗഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചു. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കുട്ടിയുടെ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് 2 കേക്കിലും ആ ഒരു ഫസ്റ്റിൻ്റെയും മിക്കിയുടെ ആ ഒരു ചിത്രവും ഒക്കെ കൂടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിൽ പിന്നെ ടോപ്പറും പിന്നെ അത് മാത്രമല്ല കുറച്ച് ഷുഗർ ബീഡ്സും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഷുഗർ ബീഡ്സ് വൈറ്റിലും പല ഇതിലും കൊടുക്കാൻ പറ്റും. പിന്നെ സ്റ്റാർസ് നമ്മൾ ഈ ഫോട്ടോ പ്രിൻറ്റിൽ തന്നെ ഒരു ഷീറ്റിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ടാവും. അത്യാവശ്യം സ്പേസിൽ മാക്സിമം നമ്മൾ ഫോട്ടോ പ്രിൻറ്റിൽ വേണ്ടുന്ന സ്റ്റിക്കേഴ്സൊക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഒരു ഗോൾഡൻ സ്റ്റാർസും ഉണ്ടായിരുന്നു, അതും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ആ വീഡിയോസിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് ഫോട്ടോസിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാർസ് ചെറിയ 1/2 ഇഞ്ച് വലിപ്പത്തിലാട്ടോ സ്റ്റാർസ് വെച്ചിട്ടുള്ളത്. ബാക്കി ക്ലൗഡ്സും അതൊക്കെ 2 ഇഞ്ച് ഡിഫറൻസ് ആണ് കേട്ടോ. പിന്നെ ആ ഒരു 1ഉം മിക്കി അതൊക്കെ വരുന്നത് ഒരു 3ഓ 4ഓ അത് നമ്മുടെ കേക്കിൻ്റെ വലിപ്പത്തിനും സൈസിന് ഭംഗിക്കനുസരിച്ച് മാറ്റാം. അപ്പോൾ ലൈക്ക് ചെയ്തേക്കണേ, മറക്കല്ലേ.